ഗുഡ് മോർണിംഗ്. ഹലോ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ ട്രേഡിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിഫ്റ്റി ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് നമുക്ക് നോക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യാം എത്ര ഗ്യാപ്പ് അപ്പ് ഉണ്ടാകുക എന്നുള്ളത്. അപ്പം ഗ്യാപ്പ് അപ്പ് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ നോർമലി ഡയറക്റ്റ് ആയിട്ട് അപ്പ് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒന്ന് പ്രീവിയസ് ഡേ ഹൈ ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത, അല്ലെങ്കിൽ പ്രീവിയസ് ഡേ ക്ലോസിംഗ് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ R1 താഴത്തോട്ട് ട്രേഡ് ചെയ്യാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പുട്ട് ട്രേഡ് എടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. ഞാൻ അതിന്റെ വിശദമായ വിവരങ്ങൾ, എടുക്കുന്ന ട്രേഡിന്റെ വിശദമായ വിവരങ്ങൾക്ക് തരാം. ഓക്കെ. നമ്മൾ പ്രതീക്ഷനേക്കാളും കൂടുതൽ ഗ്യാപ്പ് അപ്പ് ആണ് ഉണ്ടായിരിക്കുന്നത്. മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ തന്നെ ഒരു ഡൗൺ മൂവ്, വലിയൊരു ക്യാൻഡിൽ ഡൗൺ മൂവ് ആണ് തന്നേക്കുന്നത്. നമ്മൾ R1 താഴത്താണ് ട്രേഡ് ചെയ്തത്. R1 സപ്പോർട്ട്, R1 റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. നമ്മൾ ട്രേഡ് എൻട്രി ചെയ്തിട്ടുണ്ട്. 22,300 പൊട്ടാണ് നമ്മൾ എൻട്രി ചെയ്തേക്കുന്നത്. 250 ക്വാണ്ടിറ്റി, 148 രൂപയ്ക്കാണ് നമ്മൾ എൻട്രി ചെയ്തേക്കുന്നത്. അത് നമുക്ക് 20 EMI വരെ ഒരു മാഗ്നറ്റിക് ട്രേഡ് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ അത്രയും ഫുള്ളായിട്ട് ഞാനത് മുഴുവൻ ക്വാണ്ടിറ്റി ഞാൻ ഹോൾഡ് ചെയ്യത്തില്ല. 20 DM ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് സൂപ്പർ ട്രെൻഡ് വരെ നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ക്യാമറയിൽ R3 ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമ്മുടെ ടാർഗറ്റ് നമുക്ക് എത്താനായിട്ട് സാധിക്കും. എന്നാലും ഞാൻ പാർഷ്യൽ പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യും. അതാണ് എൻ്റെ ഒരു രീതി. കാരണം നമുക്ക് ആദ്യം റിസ്ക് കുറയ്ക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 138 രൂപയിൽ താഴത്ത് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പൊസിഷൻ എക്സിറ്റ് ചെയ്യും. നമ്മുടെ പ്രശ്നം വീണ്ടും ചെറിയ ഒരു ലോസ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഈ R3 ക്യാമറയിൽ R3 ബ്രേക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. R3 ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്യാം ട്രേഡ്. ഇല്ല, നമ്മുടെ R1 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ട്രേഡിൽ നിന്ന് നമുക്ക് എക്സിറ്റ് ചെയ്യാം. ഒറ്റ ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ട്രേഡ് എക്സിറ്റ് ചെയ്യും. ഞാൻ സ്റ്റോപ്പ് ലോസ് എൻ്റെ സിസ്റ്റത്തിൽ തന്നെയാണ് പ്ലേസ് ചെയ്യുന്നത്. നമ്മൾ ട്രേഡ് തുടങ്ങിയെടുത്ത് തന്നെ ഇപ്പോഴും നിൽക്കുകയാണ്. EMI വരെ ഒന്ന് വരേണ്ടതാണത്. ഈ R3 ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ക്രൂഷ്യലാണ്. അത് ബ്രേക്ക് ചെയ്താലാണ് നമ്മുടെ ട്രേഡ് വിജയകരമായിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം മാർക്കറ്റ് ഓവറോൾ സെന്റിമെന്റ്സ് പോസിറ്റീവാണ്. കാരണം ബാങ്ക്സ് എല്ലാം പോസിറ്റീവാണ്. HDFC മാത്രമുള്ള ഒരു കുറച്ചൊരു നെഗറ്റീവ്. അപ്പം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിഫ്റ്റിയെ കുറച്ച് മുകളിലോട്ട് പുൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മളൊരു റിവേഴ്സ് ട്രേഡ് ആണ് എടുത്തേക്കുന്നത് എങ്കിൽ നമ്മുടെ ട്രേഡ് ഇപ്പം നമുക്ക് ഫേവറായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അധികം നേരം ഈ ട്രേഡിൽ ഹോൾഡ് ചെയ്ത് നിൽക്കാനായിട്ട് സാധിക്കത്തില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് അത് എക്സിറ്റ് ചെയ്യണം. നമ്മുടെ ടാർഗറ്റ് എത്തിയ അപ്പം തന്നെ നമുക്കത് എക്സിറ്റ് ചെയ്യണം.
നമ്മുടെ ഈ ഇലക്ഷൻ കഴിയുന്നവരെ അതേപോലെ ഒത്തിരിയും ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ റിസൾട്ട്സ് അനൗൺസ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് മാത്രമേ ട്രേഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ക്വാണ്ടിറ്റി വളരെ കുറച്ച് മാത്രം ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ നമ്മൾ ചെറിയ പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പം നമ്മുടെ ട്രേഡ് പോസിറ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം 4500 രൂപയെ കാണിച്ചായിരുന്നു നേരത്തെ. ഇപ്പം അത് വീണ്ടും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ച് പൊസിഷൻസ് 100 കൊണ്ട് ഞാൻ എക്സിറ്റ് ചെയ്തു. ഈ ബി വാപ്പിൽ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി കൂടെ നമുക്ക് എക്സിറ്റ് ചെയ്യാം. നമുക്ക് നോക്കാം നമ്മുടെ ട്രേഡ് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത്. പ്രീവിയസ് ഡേ ഹൈ ഒന്ന് ടെസ്റ്റ് ചെയ്യേണ്ടതാണ് എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷെ ക്യാൻഡിൽ സൈസ് വളരെ ചെറിയ ക്യാൻഡിൽസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഡിസിസീവ് ആയിട്ടുള്ളൊരു ക്യാൻഡിൽ വരുന്നില്ല. പക്ഷെ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി രണ്ടും ഡൗൺവേർഡ് ട്രെൻഡ് തന്നെയാണ്. പക്ഷെ ബാങ്ക്സ് എല്ലാം നിങ്ങൾക്ക് കൂടെ കാണാം, ബാങ്ക്സ് എല്ലാം ഗ്രീനാണ് എക്സെപ്റ്റ് HDFC. HDFC ഏത് സമയത്തും പോസിറ്റീവ് ആകാം, അങ്ങനെ വലിയ നെഗറ്റീവ് എന്ന് പറയാനായിട്ടില്ല. കാരണം HDFCയുടെ റിസൾട്ട്സ് വളരെ മിക്സ്ഡ് ആയിരുന്നു. ഇനി ഇന്ന് റിലയൻസിന്റെ റിസൾട്ട് അവർ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം, കാരണം പ്രോഫിറ്റ് ബുക്കിങ്സ് ഒക്കെ മാർക്കറ്റിൽ ഭയങ്കര കാര്യമായിട്ട് നടക്കാം. പിന്നെ അതുപോലെ ഇലക്ഷന്റെ റിസൾട്ട് വരാൻ നോക്കിയിട്ട് ഇൻവെസ്റ്റേഴ്സ് നിൽക്കുന്നുണ്ടാവും. ഞാനൊരു 50 ക്വാണ്ടിറ്റിയും കൂടെയും എക്സിറ്റ് ചെയ്തു. 4600 നമ്മുടെ പ്രോഫിറ്റ് പോയത് ഇപ്പം 3500 3400 ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ട്. കാരണം ഡൗൺവേർഡ് മൂവ്സ് വരാനാണെന്നുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് വരേണ്ടതായിരുന്നു. നമ്മുടെ പ്രോഫിറ്റ് വല്ലാതെ കുറഞ്ഞു കാണും ഈ ഒരു ക്യാൻഡിലിൽ തന്നെ. വീണ്ടും ക്യാമ്പിൾ R3 ബ്രേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാരണം അതിന് മുമ്പത്തെ ഗ്രീൻ ക്യാൻഡിൽ ഡോജി ക്യാൻഡിൽ ഇൻഡിസേഷൻ ക്യാൻഡിലായിരുന്നു. അതുകൊണ്ടാണ് നമുക്കൊരു പ്രതീക്ഷ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു ഡിസസീവ് ആയിട്ടുള്ള ഗ്രീൻ ക്യാൻഡിലായിരുന്നുവെങ്കിൽ നമുക്കത് ലോസിൽ എക്സിറ്റ് ചെയ്യേണ്ട നമ്മുടെ SL ഹിറ്റായാൻ. ഇനി എന്തായാലും നമ്മൾ ഈ ട്രേഡിൽ ലോസ് എടുക്കത്തില്ല, നമ്മൾ കോസ്റ്റിൽ എക്സിറ്റ് ചെയ്യും. എന്നാലും നമുക്ക് ചെറിയ പ്രോഫിറ്റ് നമ്മുടെ അടുത്ത് ഉണ്ടാവും. കാരണം നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി നമ്മൾ ഏകദേശം എനിക്ക് തോന്നുന്നൊരു 150 ക്വാണ്ടിറ്റിയോളം നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു ചെറിയൊരു പ്രോഫിറ്റ് നമ്മുടെ അടുത്ത് എന്തായാലും പോസിറ്റീവായിട്ട് നമുക്ക് ഈ ട്രേഡിൽ എന്തായാലും ക്ലോസ് ചെയ്യാൻ പറ്റും.
ഇത് നല്ലൊരു ക്യാൻഡിലാണ്. നമുക്ക് ഇവിടെ ഈ ക്യാൻഡിൽ എനിക്ക് നമ്മുടെ പ്രോഫിറ്റ് ബാക്കിയുള്ള ക്വാണ്ടിറ്റി ബുക്ക് ചെയ്യാൻ തോന്നുന്നുണ്ട്. $179, $180 ഒക്കെ വരേണ്ടതാണ്. നമ്മുടെ അഗെയിൻസ്റ്റ് ഒരു ചെറിയ ഗ്രീൻ ക്യാൻഡിൽ വന്നാൽ തന്നെ നമ്മുടെ പ്രോഫിറ്റ് ഭയങ്കരമായിട്ട് കുറയുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. എങ്കിലും നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് ഏകദേശം ടാർഗറ്റ് എത്തുന്നതിനോട് നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മൾ പാനിക് ആവരുത്. ഈ ട്രേഡ് നമ്മളെ സംബന്ധിച്ച് സേഫാണ്. കാരണം ഇനി നമ്മൾ എന്തായാലും അത് ഒരു ചെറിയ പ്രോഫിറ്റ് തന്നെ നമുക്ക് എന്തായാലും ഇത് ഈ ട്രേഡ് എക്സിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് നോക്കാം, പെട്ടെന്നൊരു മൂവ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല പോയിന്റ് തന്നെ ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഉടനെ അത് ഈ ട്രേഡ് എക്സിറ്റ് ചെയ്യും. ഏറ്റവും കുറഞ്ഞത് പ്രീവിയസ് ഡേ ഹൈ അല്ലെങ്കിൽ 20 EMI വരെ എങ്ങനെയായാലും ഈ ഡൗൺ മൂവ് വരേണ്ടതാണ്. $4,700 വരെ എത്തി നമ്മുടെ പൊസിഷന്. പിന്നെ നമ്മുടെ അടുത്ത് ബാക്കി 50 ക്വാണ്ടിറ്റിയേ ഉള്ളൂ. ഇവിടുന്ന് ഒരു നല്ല മൂവ് കിട്ടുകയാണെങ്കിൽ നമുക്കത് ബുക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ റിവേഴ്സ് വരികയാണെങ്കിൽ നമുക്ക് ഈ 50 ക്വാണ്ടിറ്റി നമ്മൾ എക്സിറ്റ് ചെയ്യും. ഞാൻ ആ ഒരു ക്വാണ്ടിറ്റിയും 50 ക്വാണ്ടിറ്റിയും ഞാൻ എക്സിറ്റ് ചെയ്തു. നമ്മൾ ഉദ്ദേശിച്ച പ്രോഫിറ്റ് നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചില്ല. നമുക്ക് നോക്കാം, നമുക്കൊരു ചെറിയ ട്രേഡും കൂടെ കിട്ടുമോ നമുക്ക് നോക്കാം. അങ്ങനെ അതും കൂടെ എടുത്തിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് ക്ലോസ് ചെയ്യാം. കാരണം ബാങ്ക്സ് പോസിറ്റീവ് ആയതുകൊണ്ട് ഒരു മൂവ് നമുക്ക് ഏത് സമയത്തും പ്രതീക്ഷിക്കാം. പക്ഷെ നമ്മുടെ ക്യാൻഡിൽസ് ഒന്നും വിവാപനം മുകളിൽ ക്ലോസ് ചെയ്യാത്തിടത്തോളം കാലം നമ്മൾ സേഫാണ്. എന്നാലും ഏത് സമയത്ത് ഇപ്പോഴത്തെ ഒരു വോളറ്റൈൽ മാർക്കറ്റ് ആയതുകൊണ്ട് ഒരു വലിയ ഗ്രീൻ ക്യാൻഡിൽ വരാവുന്നതേ ഉള്ളൂ. കാരണം മാർക്കറ്റ് താഴത്തോട്ട് വരാനായിരുന്നുവെങ്കിൽ 2022 200 ടെസ്റ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. നമുക്ക് ചെറിയൊരു വിവാപ്പ് റിജക്ഷൻ ട്രേഡ് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ഞാൻ 22,400 PE ഒരു 300 ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്. പക്ഷെ അവന് ഉദ്ദേശിച്ച പ്രൈസിൽ കിട്ടിയില്ല. ഒരു 223 224 ആണ് ഞാൻ നോക്കിയത്. പക്ഷെ അത് ഓർഡർ പ്ലേസ് ചെയ്തപ്പോഴത്തേക്ക് പ്രൈസ് കയറിപ്പോയി. നമുക്ക് ചെറിയ മൂവേ ഞാനിതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ. ഈ പ്രീവിയസ് സ്വിംഗിലോ ടച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോക്കാം, അത് ടച്ച് ചെയ്യുമോ അല്ലെങ്കിൽ അത് ക്രോസ് ചെയ്യുമോ എന്നുള്ളത് നോക്കാം.
അത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയം കൂടെ ഹോൾഡ് ചെയ്യാം. ഇല്ലെങ്കിൽ ഞാൻ പ്രീവിയസ് സിംഗിൾ ലോ വരെ നോക്കിയിട്ട് അവിടെ കുറച്ച് ക്വാണ്ടിറ്റി ഞാൻ ബുക്ക് ചെയ്യും. കാരണം ഇനി ഡൗൺവേർഡ് മൂവ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര സേഫ് ആയിരിക്കത്തില്ല. നമ്മുടെ പ്രീവിയസ് പ്രോഫിറ്റ്സ് എല്ലാം നമുക്ക് പോയിട്ടുണ്ട്. ഒരു ചെറിയ മൂവ് വന്നാൽ തന്നെ നമ്മൾ നെഗറ്റീവിലോട്ട് പോകും, റെഡിലോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഈ ക്യാൻഡിലും R3യുടെ മുകളിൽ സപ്പോർട്ട് എടുത്തു. നോക്കാം, നമുക്ക് വിവാപ്പിന് മുകളിൽ ഏതെങ്കിലും ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ട്രേഡ് നമുക്ക് എക്സിറ്റ് ചെയ്യാം. കാരണം നമ്മൾ വലിയ ലോസ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. എപ്പോഴും നമ്മൾ ലോസ് കൺട്രോൾ ചെയ്താൽ നിർത്തണം. കാരണം നമുക്ക് വേറൊരു നല്ല ട്രേഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് കവർ ചെയ്യാനായിട്ട് സാധിക്കും. വലിയ ലോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കവർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ കഴിഞ്ഞ ട്രേഡിൽ നമുക്ക് 3800 രൂപ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം, അത് നമ്മൾ 4800 രൂപ വരെ നമ്മുടെ ആ ട്രേഡ് എത്തിയതാണ്. പക്ഷെ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല. നമ്മൾ കുറച്ച് വലിയ മൂവിന് വേണ്ടി അത് നോക്കിയിരുന്നു. എപ്പോഴും ബൈ ചെയ്യുമ്പോൾ നമ്മൾ പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാനും കൂടി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമുക്ക് ഡെയിലി ടാർഗറ്റ് വേണം. ഡെയിലി 5% ഓഫ് ദി ക്യാപിറ്റൽ അല്ലെങ്കിൽ 10% എത്രയാണെന്നുള്ളൊരു ഡിപ്ലോയിഡ് ക്യാപിറ്റൽ അഗെയിൻസ്റ്റ് നമ്മൾ ടാർഗറ്റ് വെച്ചിട്ട് അത് നമ്മൾ അതനുസരിച്ച് ബുക്ക് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ കഴിഞ്ഞ ട്രേഡിൽ നമ്മൾ ഡിപ്ലോയ് ചെയ്ത ക്യാപിറ്റൽ 200 കൊണ്ട് ഏകദേശം 30,000 രൂപ അടുപ്പിച്ചാണ് കഴിഞ്ഞ ട്രേഡിൽ നമ്മൾ ഡിപ്ലോയ് ചെയ്തത്. നമ്മൾ 3800 രൂപ വരെ ബുക്ക് ചെയ്തു. അപ്പോൾ അത് എബൌട്ട് 10% നമ്മളതിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ട്രേഡ് നോക്കാം. ഈ ട്രേഡ് പക്ഷേ കുറച്ച് റിസ്കി പൊസിഷനിലാണ് നമ്മൾ എൻട്രി ചെയ്ത് തരാറ്. മാർക്കറ്റ് വളരെ സ്ലോയിലാണ് ഡൗൺവേർഡ് മൂവ് കാണിക്കുന്നത്. ഈ ഒരു ക്യാൻഡിൽ നമുക്ക് നല്ല ക്യാൻഡിലാണ്. നമുക്ക് ഈ ക്യാൻഡിൽ നമ്മുടെ പ്രീവിയസ് സ്വിങ് ബ്രേക്ക് ചെയ്യുമെന്ന് നോക്കാം. സ്വിങ്ങിലോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്യാം. ഇല്ല സ്ലോ മൂവ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻ ബിറ്റ്വീൻ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ്, ചെറിയ പ്രോഫിറ്റ്സ് നമ്മൾ ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമുക്ക് വെയിറ്റ് ചെയ്യാം, നോക്കാം. ഇനി ഈ ട്രേഡിൽ നമ്മൾ ലോസ് എടുക്കത്തില്ല. നമ്മൾ കോസ്റ്റ് നമ്മൾ എക്സിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അല്ലെങ്കിൽ ചെറിയ ലോസിൽ ഒരു 220, ഒരു 8 റുപ്പീസ് 9 റുപ്പീസ് മാക്സിമം, അതിന്റെ 10 രൂപയിൽ താഴെ ഒരു ലോസ് മാത്രമേ ഈ ട്രേഡിൽ നമുക്ക് എടുക്കുള്ളൂ. കാരണം നമ്മുടെ എൻട്രി 222, 223 വരണമായിരുന്നു. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സേഫ് ആയിരുന്നു. പക്ഷെ ഇത് നമ്മൾ കുറച്ച് 229 നമുക്ക് ഇവിടെ എൻട്രി കിട്ടിയത്. കുറച്ച് ഹൈയിലാണ് നമ്മൾ എൻട്രി ചെയ്തത്. 20 EMI വരെ എന്തായാലും വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. നല്ലൊരു മൂവാണ്. നമുക്ക് നോക്കാം, പ്രീവിയസ് ഡേ ഹൈ ടെസ്റ്റ് ചെയ്യാൻ നോക്കാം. ഞാൻ 250 ക്വാണ്ടിറ്റീസ് ഞാൻ അത് ബുക്ക് ചെയ്തു.
ഇപ്പോൾ 240, 242 വരെ നമ്മൾ ട്രേഡ് എത്തിയായിരുന്നു. ഏകദേശം ഒരു ട്രേഡിലൊരു 15 രൂപയോളം നമുക്ക് കയറിയായിരുന്നു. പക്ഷെ കറക്റ്റായിട്ട് ബുക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഇപ്പം നമ്മൾ 50 ക്വാണ്ടിറ്റി മാത്രമേ നമ്മൾ ഹോൾഡ് ചെയ്യുന്നുള്ളൂ. ഇത് നമുക്കൊരു ഓവറോൾ പ്രോഫിറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ട്രേഡ് ഞാനിത് ക്ലോസ് ചെയ്യും. അതിനുശേഷം പിന്നെ ഞാൻ ഇന്ന് വേറെ ട്രേഡൊന്നും നോക്കില്ലായിരുന്നു. നമ്മൾ ബയേഴ്സ് എപ്പോഴും ഓവർ ട്രേഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം. നമ്മളൊരു ഡെയിലി ടാർഗറ്റ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആ ട്രേഡ് ക്ലോസ് ചെയ്ത് എക്സിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ട്രേഡിൽ നമ്മൾ ഏകദേശം 2000 രൂപയുടെ മുകളിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇപ്പോഴത്തെ കറണ്ട് ട്രേഡ് ഓവറോൾ പ്രോഫിറ്റ് നമുക്ക് 6000 റുപ്പീസിന് മുകളിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മളിന്ന് മാക്സിമം ഡിപ്ലോയിഡ് ക്യാപിറ്റലിൻ്റെ ഒരു 10% മുകളിൽ നമുക്കുണ്ട്. ഓക്കെ, താങ്ക് യു ഗൈസ്.